ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ ഫ്രാങ്ക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ മൊത്തമായിട്ട് എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക, അതാ ഒന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. പിന്നെ നാട്ടിലെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടത്തേക്കാളും കൂടുതൽ അറിയുന്നുണ്ട്. ഞങ്ങൾ ഈ നിലമ്പൂർ ഭാഗത്തായതുകൊണ്ട് വയനാട്ടിലുള്ള ഉരുൾപൊട്ടലിൻ്റെ കുറേ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ ചാലിയാർ പുഴയിലൂടെയാണ് ഡെഡ് ബോഡീസൊക്കെ കൂടുതലും അവിടെ നിന്നൊക്കെയാണ് എടുത്തത്. അതൊക്കെ നമുക്ക് നേരിട്ട് കാണുന്ന ഒരു എഫക്റ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കാണുകയാണെങ്കിലും അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എന്തെങ്കിലും അപകട സൂചനകളുള്ള സ്ഥലങ്ങളാണെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് മാറിയിരിക്കുക. നമ്മളെ മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്തെങ്കിലും വന്നിട്ട് നമ്മൾ കുറേ രക്ഷാപ്രവർത്തനം ചെയ്യുന്നതിലേറെ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല, പക്ഷേ നമുക്ക് പറ്റുന്ന മുൻകരുതലുകൾ നമുക്ക് എടുക്കാം. എന്തെങ്കിലും ഇതേപോലെ ഇഷ്യൂസ് ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ 2019 കവളപ്പാറ ദുരന്തം നടന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ കുറേ അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം ഇങ്ങനെ മാറാൻ പറയുകയൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ മാറുക. അപ്പം എവിടേക്ക് മാറും എന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും വന്നിട്ട് ഒന്നും ഇല്ലാതിരിക്കുന്നതും എല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ച് എവിടേക്കെങ്കിലുമൊക്കെ മാറി നമ്മൾ സേഫായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രാങ്ക്സ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്ത ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടുണ്ടാവില്ല, കുറച്ച് വെളുത്തുള്ളി, 2-3 പച്ചമുളക്, അത് മാത്രം മതി. നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്. പിന്നെ നമ്മുടെ നാട്ടിൽ നാരങ്ങയാണെങ്കിൽ ഒരു പകുതി എടുക്കുക. ഇവിടുത്തെ കുറച്ച് വലിയ നാരങ്ങയാണ്, അപ്പോൾ ഒരു 1/3 ഭാഗം അത്രയൊക്കെ മതി. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ആഡ്. നാരങ്ങ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റിന് അടിപൊളിയാട്ടോ. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അധികം ഓയിൽ വേണ്ട, കുറച്ചൊരു പാകത്തിനുള്ള ഓയിൽ മതി. ഇതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആഡ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഫ്രാങ്ക്സ് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അതെടുത്തിനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ്. നമ്മൾ ചോറിലേക്കോ അല്ലെങ്കിൽ അപ്പത്തിലേക്കോ ചപ്പാത്തിയിലേക്കോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയാതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.